ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സിറോ മലബാർ സഭയുടെ ആരാധന വത്സരത്തിലെ ഏലിയ സ്ലീവ മൂശ കാലത്തിലെ ഏലിയ 1-ാം ഞായറാഴ്ചയാണിന്ന്. ഏലിയ സ്ലീവ മൂശ കാലത്തിലെ മോശയും ഏലിയായും പഴയ നിയമത്തെയും സ്ലീവ എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായ ഈശോയെയും പ്രതിനിധാനം ചെയ്യുന്നു. സ്ലീവായുടെ വിജയവും ഈശോയുടെ 2ാമത്തെ ആഗമനവും അന്ത്യവിധിയുമാണ് ഈ കാലത്തിലെ വിചിന്തന വിഷയങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, കുരിശുമരണം വരെ അനുസരണയുള്ളവനായ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷാകരമാക്കിയ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് സ്ലീവാകാലത്തിലെ കേന്ദ്രബിന്ദു. ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രതീക്ഷയും സ്നേഹവും വീണ്ടെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ കാലത്തിൽ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വായനകളിലൂടെ തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനന്തമായ രക്ഷയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ്. ഇന്നത്തെ 1ാമത്തെ വായന നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ രക്ഷിച്ചതെന്നും ദൈവത്തിൻ്റെ അചഞ്ചലമായ ഈ വിശ്വസ്തതയെക്കുറിച്ച് ഭാവി തലമുറയോട് പറയണമെന്നും ഒപ്പം ശാശ്വത നന്മയ്ക്കായി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. 2ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷി ചിറകിന് കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ലേഖന വായന പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവിൻ്റെ നീതിക്കും രക്ഷയ്ക്കും വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള ഭാഗത്തിൽ നാം കണ്ടുമുട്ടുന്നത് അന്ധനായ യാചകന്റെ ആഴമായ വിശ്വാസവും അതുവഴിയുള്ള രോഗശാന്തിയുമാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് പ്രധാനമായി 3 ചിന്തകളാണ്. 1ാമത്തെ ചിന്ത അന്ധനായ മനുഷ്യന്റെ ചങ്ക് പൊട്ടിയുള്ള നിലവിളിയാണ്. അത് വെറും ഒരു നിലവിളിയല്ല, മറിച്ച് ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്രതീകമാണ് അന്ധനായ മനുഷ്യന്റെ ഈ നിലവിളി. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ നിലവിളി വിശ്വാസത്തിൽ ആഴപ്പെട്ട നിലവിളിയാണ്. ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോൾ നമ്മുടെ ഏക ആശ്രയം രക്ഷകനായ ഈശോ മാത്രമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ, വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അന്ധനായ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കും ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. 2ാമത്തെ ചിന്ത ചങ്ക് പൊട്ടി നിലവിളിക്കുമ്പോഴും അന്ധനായ മനുഷ്യനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. അത് സോഷ്യൽ മീഡിയയിലൂടെ ആകാം, വാട്സപ്പിലൂടെയാകാം, ഭരണാധികാരികളിൽ നിന്നാകാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാകാം. അവരൻ്റെ ഉള്ളിലെ വിഷമവും വേദനയും മനസ്സിലാക്കാതെ പെരുമാറുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പക്ഷെ അതിലൊന്നും പതറാതെ, അതൊന്നും വകവയ്ക്കാതെ സ്ഥിരതയോടെ രക്ഷകനായ യേശുവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസം കൂടുതൽ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്ന അന്ധനായ മനുഷ്യനെ നമ്മൾ കാണുന്നു. യേശുവേ, ഇതുപോലെ അങ്ങയിലുള്ള വിശ്വാസം നിരന്തരം ജീവിതത്തിൽ പ്രഘോഷിക്കാനുള്ള കൃപയും അഭിഷേകവും ധൈര്യവും ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. അന്ധനായ മനുഷ്യൻ്റെ ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. 3ാമതായി ലൂക്കാസ് വിശേഷം 18:41 നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു,
ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈ അന്ധനായ മനുഷ്യൻ യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തിലൂടെ ശാരീരികവും ആത്മീയവുമായ കാഴ്ചയും രക്ഷയും സ്വന്തമാക്കി. ഒപ്പം യേശുവിനെ മഹത്വപ്പെടുത്തുകയും അവനെ അനുഗമിക്കുകയും ചെയ്തു. ഇന്ന് യേശു ഇതേ ചോദ്യം നമ്മോടും ചോദിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധനായ മനുഷ്യന്റെ അതേ സ്ഥിരോത്സാഹത്തോടെയും ആഗ്രഹത്തോടെയും നമുക്കും യേശുവിനെ സമീപിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയും ഈ ചോദ്യം ഇന്നും യേശു ആവർത്തിക്കുന്നുണ്ട്. ഈശോ നമ്മുടെ ഏകരക്ഷകനും അത്യുന്നതനും സർവശക്തനും സർവാധിപനും കാരുണ്യവാനുമാണ്. വിശ്വാസത്തോടെ ആരൊക്കെ അവനെ സമീപിച്ചാലും വെറും കൈയോടെ പറഞ്ഞയക്കില്ല. നിത്യമായ പ്രകാശവും ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉണർവും അനുഗ്രഹവും അഭിഷേകവും കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കും. ഇതൊരു ഉറപ്പാണ്. വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.